പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ഏപ്രിൽ മാസം 26 ഹല്ലേലൂയ ഞായറാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗ്ഗപിതാവ് ഒരുക്കി തന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ല. ഒന്നോർത്ത് നോക്കി, ഈ പോയ പകൽക്കാലം കർത്താവിൻ്റെ ചിറകിൻ്റെ മറവിൽ അത്ഭുതകരമായി കർത്താവ് നടത്തിയതിന് കരമുയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ട് നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് നമ്മളെ അനുഗ്രഹിച്ചതോർത്ത് കരമുയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ട് സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ എഴുന്നേൽപ്പിച്ചതോർത്ത് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തീശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന കർത്താവിന്, അത്ഭുതകരമായി നടത്തുന്ന ദൈവത്തിന്, ആനന്ദത്തോടെ നടത്തുന്ന കർത്താവിന് സന്തോഷത്തോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവ് നല്ലവനാകുന്നു. കരമുയർത്തി സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. അപ്പം ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ നാമത്തെ ഞങ്ങൾ ഈ പ്രഭാതത്തിൽ ഉയർത്തുന്നു. അങ്ങ് ചെയ്ത എല്ലാ നന്മകൾക്കും നന്ദി, അങ്ങ് നടത്തുന്ന വിധങ്ങൾക്ക് നന്ദി, അങ്ങ് പരിപാലിക്കുന്ന വിധങ്ങൾക്ക് നന്ദി, അങ്ങ് സൂക്ഷിച്ച വിധങ്ങൾക്ക് നന്ദി, എല്ലാ നന്മകൾക്കും നന്ദി പറയുന്നു. അങ്ങ് എത്ര നല്ലവൻ, അങ്ങ് മതിയായവൻ, അങ്ങ് ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഞങ്ങളുടെ കൂടെ ഇരിക്കുന്ന അപ്പയാകിയാൽ സ്തോത്രം. അങ്ങ് ഞങ്ങളെ ഒരിക്കലും കൈവിടാതെ ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന അപ്പനാകിയാൽ സ്തോത്രം. അങ്ങ് ഞങ്ങളെ മറക്കാതെ അങ്ങ് ഞങ്ങളെ ചേർത്ത് പിടിച്ച് കൊണ്ട് നടക്കുന്നതിനായിട്ട് സ്തോത്രം. അങ്ങ് ഞങ്ങളെ ഉള്ളം കൈയിൽ വരച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്തു. അങ്ങയുടെ സ്നേഹം ഓർക്കുമ്പോൾ ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ കരുണ ഓർക്കുമ്പോൾ ഞങ്ങൾ നന്ദി പറയുന്നു. അത്ഭുതകരമായി നടത്തുന്ന സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. പ്രാർത്ഥന കേൾക്കുന്നതിനായുള്ളവേ സകല ജഡവും അങ്ങയുടെ അടുക്കിലേക്ക് വരുന്നു. ആമേൻ. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കുന്നു. സ്വർഗീയ പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ഓരോരുത്തരുടെ ആവശ്യങ്ങളിൽ ഇന്നത്തെ പകൽക്കാലം അപ്പൻ്റെ കൃപയുണ്ടാകണമേ. പ്രത്യേകിച്ച് രോഗത്താൽ ഭാരപ്പെടുന്നവരെ അങ്ങിപ്പോൾ സൗഖ്യമാക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കാൽമുട്ടുകൾക്ക് വേദനയായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു, നടക്കുവാൻ കഴിയുന്നില്ല, കാല് മടക്കുവാൻ കഴിയുന്നില്ല, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ തേയ്മാനങ്ങളുടെ അസ്വസ്ഥതകളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. തലയ്ക്കകത്തുള്ള ഭാരം, തലയ്ക്കകത്തുള്ള വേദന യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. അതുപോലെ കർത്താവേ, ഈ പ്രഭാതത്തിൽ ആമേൻ അസിഡിറ്റിയുടെ ബുദ്ധിമുട്ട് കാരണം ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഇന്ന് അത്ഭുതകരമായി സൗഖ്യമാകണം. ദൈവിക അത്ഭുത പ്രവൃത്തി ആമേൻ തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വെളിപ്പെടുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് പ്രഭാതത്തിൽ ആമേൻ ആമേൻ അങ്ങ് തൻ്റെ കുഞ്ഞുങ്ങളുടെ ഏത് വിഷയമാണെങ്കിലും അതിനകത്ത് അത്ഭുതം ചെയ്യാൻ മതിയായവന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതൊരു മിറക്കിൾ ഡേ ആയി മാറട്ടെ. ആമേൻ ആമേൻ. ഏത് വിഷയമാണെങ്കിലും ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് തരികയാണ്. കർത്താവേ, ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന വിഷയങ്ങൾ എന്തു തന്നെയാണെങ്കിലും അത് ഞങ്ങൾ അവരോട് ചേർന്ന് യേശുവിൻ്റെ നാമത്തിൽ പിതാവിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. അതിന്മേൽ ദൈവിക അത്ഭുതം ഇന്നത്തെ പകൽക്കാലം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരു മിറക്കിൾ സംഭവിക്കട്ടെ, അത്ഭുതം സംഭവിക്കട്ടെ. കർത്താവിൻ്റെ പ്രവൃത്തി കണ്ട് സന്തോഷിപ്പാൻ ഇടവരുത്തുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവ് വിദ്യ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു. വേണ്ടുന്ന ജ്ഞാനവും ബുദ്ധിയും വിവേകവും കൊടുത്ത് അനുഗ്രഹിക്കണം. കർത്താവെ, ബിസിനസ്സുകാരെ അനുഗ്രഹിക്കുന്നു. ബിസിനസ്സിൽ അവർക്ക് അഭിവൃദ്ധിയും ഉയർച്ചയും കൊടുക്കണം. അത് അങ്ങയുടെ മഹത്വത്തിനായി തീരണം. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം അങ്ങയുടെ മഹത്വത്തിനായി തീരണം. ജോലി ചെയ്യുന്നവരെ അനുഗ്രഹിക്കുന്നു. ജോലിയിൽ കർത്താവിൻ്റെ കൃപ കൊടുക്കണം. ആ ജോലിയും അങ്ങയുടെ മഹത്വത്തിനാക്കി തീർക്കണം. കർത്താവെ, ഇന്ന് ഞായറാഴ്ച ലോകവ്യാപകമായി നടക്കുന്ന സഭായോഗങ്ങളെ, ആരാധനയെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അതും അങ്ങയുടെ നാമമഹത്വത്തിനായി തീരട്ടെ. ലോകവ്യാപകമായൊരു ഉണർവിന് കാരണമായി തീരട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ആലോചനയിലേക്ക് നമുക്ക് പോകാം. രൂത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായം 1-ാമത്തെ വാക്യമാണ് നമ്മൾ വായിക്കാൻ ആഗ്രഹിക്കുന്നത്. രൂത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം. അവിടെ പറയുന്നു, ന്യായാധിപന്മാർ ന്യായപാലനം നടത്തിയ കാലത്ത് ഒരിക്കൽ ദേശത്ത് ക്ഷാമമുണ്ടായി. യഹൂദയിലെ ബെത്ലഹേമിലുള്ള ഒരാൾ തൻ്റെ ഭാര്യയും 2 പുത്രന്മാരുമായി മോവാബ് ദേശത്ത് പരദേശിയായി പാർപ്പാൻ പോയി. ഇന്ന് കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ ഓർപ്പിക്കുന്ന സന്ദേശമെന്ന് പറഞ്ഞാൽ, ജീവിതത്തിൽ നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ പല വിധത്തിലുള്ള ചലഞ്ചസുകൾ നമ്മൾ നേരിടുവാൻ സാധ്യതയുണ്ട്.
പലതരത്തിലുള്ള പ്രഷറുകൾ നമ്മുടെ ജീവിതത്തിന് നേരെ വരാം, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരാം. ഇവിടെ എന്നാണ്, അവർ ദേശത്ത് ക്ഷാമമുണ്ടായി. അവർ പാർക്കുന്ന ദേശം, ആ ദേശത്തിൻ്റെ പേര് അപ്പത്തിൻ്റെ ഭവനമെന്നാണ്. എന്നാൽ അവിടെ ഒരു പ്രശ്നമുണ്ടായി, അവിടെ ഒരു ക്ഷാമമുണ്ടായി. ക്ഷാമം എന്ന് പറയുന്നത് ആഹാരമില്ലായ്മയെ കാണിക്കുന്നു. അത് നമ്മുടെ ജീവിതത്തിൽ എന്തുമാകാം, ഏതു തരത്തിലുള്ള വിഷയങ്ങളുമാകാം, ഏതു തരത്തിലുള്ള പ്രതിസന്ധിയുമാകാം. അപ്പം ദൈവമക്കളുടെ ജീവിതത്തിൽ ഏത് തരത്തിലുള്ള പ്രശ്നമുണ്ടാകാം. അവൻ ഉണ്ടാകുമ്പോൾ എന്താണ് ഇവിടെ ചെയ്യേണ്ടത്? ഇവിടെ അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? അവിടെ ഒരാൾ തൻ്റെ ഭാര്യയും തൻ്റെ 2 മക്കളുമായി മോവാബ് എന്ന് പറഞ്ഞാൽ സെൽഫ് ഇൻഡിപെൻഡൻറ്റ്, അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടം, മോവാബിലേക്ക് പോകാൻ അങ്ങ് തീരുമാനിച്ചു. അങ്ങനെ അങ്ങ് ചിന്തിക്കാം നമുക്ക്. മോവാബിലേക്ക് പോകാൻ തീരുമാനിച്ചു. അപ്പം മോവാബ് എന്ന് പറഞ്ഞാൽ വാഗ്ദത്തമില്ലാത്ത ദേശമാണ്, ദൈവിക പ്രവൃത്തി അല്ലെങ്കിൽ ദൈവവുമായിട്ട് ഉടമ്പടിയില്ലാത്ത ദേശമാണ്. എന്നാൽ ഇപ്പുറം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, അത് അപ്പത്തിൻ്റെ ഭവനമാണ്. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, ഇവരെ സ്വയമേ തീരുമാനിച്ചങ്ങ് പോയതാണ്. ഇവർ സ്വന്തമായിട്ടങ്ങ് തീരുമാനിച്ചു നമുക്ക് എങ്ങോട്ട് പോകാം, മോവാബിലേക്ക് പോകാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രഭാതത്തിൽ കർത്താവിന് നമ്മളെ ഓർപ്പിക്കാനുള്ളത് അതാണ്. ഒരിക്കലും നമ്മൾ സ്വന്തമായ ഒരു തീരുമാനമെടുത്ത് ഒരു കാൽവെപ്പ് വെക്കരുത്. നമ്മളെപ്പോഴും നമുക്ക് ഒരു കാര്യം ഓർത്തോണം, ദൈവമക്കൾ എവിടെ നിന്ന് ഏതൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും അതിനകത്തുനിന്നെല്ലാം വിടുവിപ്പാനും അതിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവരുവാനും നമ്മുടെ കർത്താവിന് കഴിയും. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ ആഗ്രഹത്തിനും സാമൂഹികമായ ഇൻഫ്ലുവൻസുകൾക്കും അനുസൃതമായി ഒരു തീരുമാനമെടുക്കുവാൻ ദൈവത്തിൻ്റെ മക്കൾ ഒരു കാരണവശാലും പോകാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്ക് പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ട്. ദൈവാത്മാവിനോട് ചോദിക്കണം, പരിശുദ്ധാത്മാവേ, ഞാൻ ഇങ്ങനൊരു പ്രശ്നത്തിൽ അഭിമുഖീകരിക്കുന്നു, ഇങ്ങനൊരു പ്രതിസന്ധിയെ ഞാൻ നേരിടുന്നു, ഞാൻ എന്താ ചെയ്യേണ്ടത്, ഇതിനെ എങ്ങനെ ഞാൻ കൈകാര്യം ചെയ്യണം എന്ന് പരിശുദ്ധാത്മാവിനോട് ചോദിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നത്, നിൻ്റെ എല്ലാ വഴികളിലും യഹോവയെ നനച്ചുകൊള്ളുക, അവൻ നിൻ്റെ പാതകളെ കാക്കും, അല്ലെങ്കിൽ അവൻ നിനക്ക് വഴി പറഞ്ഞു തരും. ആമേൻ. നമ്മൾ കർത്താവിനോട് ചോദിച്ച് നടക്കുമ്പോൾ അതിന് ദൈവിക ഇടപെടൽ നമ്മുടെ ജീവിതം. ദാവീദിനെ നോക്കി, ദാവീദ് ഏത് പ്രതിസന്ധി വരുമ്പോഴും ദൈവസന്നിധിയിൽ ഓടിപ്പോയിട്ട് ചോദിക്കും, ഞാനത് ചെയ്യണോ, ഞാനതിന് പോകണോ, ഞാനതിനെ ഫോളോ ചെയ്യണോ എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് എന്നാ ചെയ്യും? ദാവീദിന് ആലോചന കൊടുക്കും. ഇവിടെ എന്നാ ചെയ്തു? ഈ എലീമേലെക്ക് എന്ന് പറയുന്ന ഈ വ്യക്തി എന്ത് ചെയ്തു? അദ്ദേഹം ദൈവത്തോട് ആലോചന ചോദിക്കാതാണ് ഇവിടുന്ന് പോകുന്നത്. അപ്പം ഒരു കാര്യം മനസ്സിലായോ? ഇവർ പോയി മോവാബിൽ പോയി, ഒരു പക്ഷേ അവർക്ക് ചില ഭക്ഷണമൊക്കെ കിട്ടി കാണുമായിരിക്കും. പക്ഷേ ആ വീട്ടിലുള്ള ആ പ്രിയപ്പെട്ട സഹോദരനും അദ്ദേഹത്തിൻ്റെ 2 ആൺമക്കളും അവിടെ വെച്ച് മരിച്ചുപോയി. ഇത് ഈ പുസ്തകത്തിൽ അവസാന വാക്യങ്ങളിലേക്ക് വായിക്കുമ്പോൾ 21 അല്ലെങ്കിൽ 21-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഈ നവോമി തിരിച്ചു വരിക, എലീമേലെക്കിൻ്റെ ഭാര്യ അവിടുന്ന് സ്വന്തം നാട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ അവൾ പറഞ്ഞ ഒരു സാക്ഷ്യം ഇതാ, നിറഞ്ഞവളായി ഞാൻ പോയി, ഒഴിഞ്ഞവളായി യഹോവ എന്നെ മടക്കി വരുത്തിയിരിക്കുന്നു. എന്നാ കാരണം? നീ നിറഞ്ഞു നിന്നപ്പോൾ, ഒരു ചെറിയ പ്രതിസന്ധി നേരിട്ടപ്പോൾ നിൻ്റെ ഇഷ്ടത്തിന് നീ എന്ത് ചെയ്തു? മോവാബ് ദേശത്തേക്ക് പോയി. അതിന് ദൈവം ഉത്തരവാദിയല്ല. പക്ഷെ കർത്താവിനോട് ചോദിച്ചു. കർത്താവിൻ്റെ ആലോചന പ്രാപിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആമേൻ എന്തുണ്ടാകും? സഹായം നമുക്കുണ്ടാകും, സപ്പോർട്ടുണ്ടാകും, ബാക്കപ്പ് ഉണ്ടാകും. ഇത് അവർക്ക് അതില്ലാതായിപ്പോയി. അതുകൊണ്ടാണ് നിറഞ്ഞവളായി പോയിട്ട് ഒഴിഞ്ഞവളായി വരേണ്ട വന്നത്. അതുകൊണ്ട് ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നു, എത്ര വലിയ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ നിങ്ങളുടെ മുമ്പിൽ വന്നാലും, ഭയങ്കരമായ ചലഞ്ചസ് ആണെങ്കിലും, ഡോണ്ട് ജമ്പ്, ഒന്നിലേക്കും എടുത്തു ചാടരുത്. അവിടെ നിന്ന് പ്രാർത്ഥിക്കുക, ഉപവസിക്കുക, ദൈവികാലോചന പ്രാപിക്കുക. കൃത്യമായ ഒരു ആലോചന ലഭിക്കാതെ ഒരു കാര്യത്തിലേക്കും പോകരുത് എന്ന് ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നു. ജോലി റിസൈൻ ചെയ്യുന്നതിന് മുമ്പ്, രാജ്യം മാറുന്നതിന് മുമ്പ്, ആമേൻ, വിവാഹാലോചന വരുമ്പോൾ അതിന് തീരുമാനമെടുക്കുന്നതിന് മുമ്പ്, കുഞ്ഞുങ്ങളെ പഠിക്കാൻ വിടുന്നതിന് മുമ്പ്, ഞാനൊരു ചില ഉദാഹരണങ്ങളെന്ന് പറഞ്ഞതേ ഉള്ളൂ. എന്തൊക്കെയാണെങ്കിലും നിങ്ങളുടെ മുമ്പിൽ എന്ത് തീരുമാനങ്ങൾ എടുക്കാൻ വരുമ്പോഴും മാനുഷികമായി കണ്ണുകൊണ്ട് നോക്കി ഒരു തീരുമാനമെടുക്കാതെ, ബുദ്ധി കൊണ്ട് ആലോചിച്ചൊരു തീരുമാനമെടുക്കാതെ, ദൈവസന്നിധിയിലിരുന്ന് പരിശുദ്ധാത്മാവുമായി കൂടി ആലോചിച്ച് പിതാവിൽ നിന്നും ബോധിച്ച ഒരു തീരുമാനമെടുക്കുക. ആദിമസഭ അങ്ങനെ ആയിരുന്നല്ലോ, എല്ലാ തീരുമാനങ്ങളും പരിശുദ്ധാത്മാവിന് ബോധിച്ചതായിരുന്നു എടുക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ ഒരിക്കലും നമ്മൾ പരാജയപ്പെട്ടു പോകാൻ ഇടവരത്തില്ല. ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തമായ ഭാഷയിൽ ഓർപ്പിക്കുന്നു. ആമേൻ. നമ്മളായിട്ടൊന്നിനും ചാടരുത്. ദൈവസന്നിധിയിൽ ആലോചിച്ച് തീരുമാനിക്കുക. കർത്താവ് നിങ്ങളെ ഈ വചനത്താൽ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഈ വചനം കേട്ടപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തരും, അത് അവർക്കും അനുഗ്രഹമായിക്കോട്ടെ. അതൊരു ദൈവപ്രവൃത്തിയാണ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അമ്മേൻ. കരമുയർത്തി പറ, എൻ്റെ തലയെ കർത്താവ് എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും,
എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയും. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ഞങ്ങൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ച് പെരുകും. വി ആർ ബ്ലെസ്ഡ്. വി ആർ റിയലി ബ്ലെസ്ഡ്. വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവേർഡ്. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. ഹല്ലേലൂയ. നമ്മുടെ ഒരു തെറ്റായ തീരുമാനം, ആമേൻ, അത് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ദൈവത്തോടു കൂടെ എടുക്കുന്ന ഉചിതമായ തീരുമാനങ്ങൾ വലിയ അനുഗ്രഹത്തിലേക്കും വിശാലതയിലേക്കുമുള്ള കാൽവെപ്പായി മാറും. അതുകൊണ്ട് കർത്താവിനോട് ആലോചിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ. പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ എങ്ങോട്ട് ഓടരുത്, ദൈവത്തിലേക്ക് ഓടുക. ഹല്ലേലൂയ. വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാളും പ്രധാനമാണ് ദൈവിക ഡയറക്ഷനിൽ കാര്യങ്ങൾ ചെയ്യുന്നത്. കർത്താവിൻ്റെ കൃപ കൂടെ ഇരിക്കട്ടെ.